ദുബൈ മത്സ്യ മാർക്കറ്റ്. ഇപ്പം എൻ്റെ കൂടെയുള്ള കുറ്റിപ്പുറത്തുള്ളൊരു നൂറുദ്ദീൻ ബൈയുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം അയിലിനെ കുറിച്ച് പറയാനാണ്. അപ്പം മാർക്കറ്റ് വന്നേരം ഏതായാലും അയിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ പറയാമെന്ന് വെച്ചു. അപ്പം നൂറുദ്ദീൻ അല്ലേ? അപ്പം നിങ്ങളെ കൂടെ നമ്മുടെ വീഡിയോയിൽ ഫസ്റ്റിൽ കാണും കേട്ടോ. ഇതാണ് ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് അഥവാ മത്സ്യ മാർക്കറ്റ്. ഈ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വർഷം മുൻപേ ദുബായ് ഷിണ്ടക ടണലിന് സമീപത്തായിരുന്ന മാർക്കറ്റ് വളരെ സൗകര്യത്തോടു കൂടി ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു മാർക്കറ്റ് കൂടിയാണ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ്. നമുക്കറിയാം, മനുഷ്യൻ്റെ തീന്മേശയിലെ വളരെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നാണ് മത്സ്യം എന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യർ ഒത്തുകൂടുന്ന എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പട്ടണങ്ങളിലും ഈ മീൻ വാങ്ങാനും വിൽക്കാനും ഒക്കെയായി ഒരു മാർക്കറ്റും കാണും. വളരെയധികം സൗകര്യത്തോടെ തയ്യാറ് ചെയ്ത ഈ മത്സ്യ മാർക്കറ്റിൽ മത്സ്യം കൂടാതെ മറ്റ് മാംസങ്ങളും പലവ്യഞ്ജനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും പഴവും പച്ചക്കറികളും ഒക്കെ എന്ന് വേണ്ട ഒട്ടുമിക്ക ആവശ്യ സാധനങ്ങളും ഇവിടെ വാങ്ങാൻ കഴിയും. ഇപ്പോഴും ഈ മാർക്കറ്റിൻ്റെ പല ഭാഗത്തും പുതിയ പുതിയ കടകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്ത് കിട്ടുന്ന മത്സ്യങ്ങളും ഈ ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞ അയിലയുടെ കാര്യത്തിലേക്ക് വരാം. അയിലയുടെ വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നാൻ കാരണം, മുമ്പ് മത്തിയുടെ വില ക്രമാതീതമായി ഉയർന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട മത്തിയുടെ കുറേ വിശേഷണങ്ങൾ ഉള്ളൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു മത്സ്യത്തിൽ പെടുന്നതാണ് അയല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ മത്സ്യം വാങ്ങാനായിരുന്നില്ല ഞാൻ മാർക്കറ്റിൽ വന്നത്. ഒരു സുഹൃത്തിൻ്റെ കൂടെ മറ്റൊരാവശ്യത്തിന് മറ്റൊരു സ്ഥലത്തേക്ക് വന്നതാണ്. അപ്പോൾ പുള്ളി കസ്റ്റമറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഈ മാർക്കറ്റിലൊന്നും ഇങ്ങനെ നടക്കാമെന്ന് വെച്ച് നിൽക്കുമ്പോഴാണ് രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ കുറ്റിപ്പുറത്തുകാരൻ നൂറുദ്ദീൻ ബായി അയിലയുടെ വില പറഞ്ഞ് എന്നെ ക്ഷണിച്ചത്. അപ്പോഴാണ് മുമ്പ് ആലോചിച്ച വിഷയം അയിലയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുള്ളൊരു വീഡിയോ ദൃശ്യങ്ങളെടുത്ത് പറയാമെന്ന് കരുതിയത്. മത്തിയെപ്പോലെ തന്നെ കൂട്ടമായി സഞ്ചരിക്കുന്നവയാണ് അയലകളും. അതുകൂടാതെ അയല മാംസഭുക്കുകൾ കൂടിയാണ്. ചെറിയ മത്സ്യങ്ങളെ തീറ്റയാക്കാറുണ്ട് ഇവർ. ഇന്ത്യൻ പസഫിക് സമുദ്രങ്ങളിലും ഉഷ്ണമേഖലകളിലാണ് അയലയെ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത്. ഏഷ്യയിലെ, പ്രത്യേകിച്ചും തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ജനങ്ങളുടെ മീൻ വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നാണ് അയല. നമ്മുടെ കേരള തീരത്തും വളരെ സുലഭമായി കിട്ടുന്നത് കൊണ്ടായിരിക്കും മലയാളികൾക്ക് അയലകളോട് ഒരു പ്രത്യേകമായ ഇഷ്ടം ഉണ്ടാവാൻ കാരണം. മത്തിയെ പോലെ തന്നെ മത്തിയുടെ പോഷക ഗുണങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അയല മത്സ്യത്തിലും ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ്. വിറ്റാമിൻ ഡി, വിറ്റാമിൻ B12, വിറ്റാമിൻ B3, വിറ്റാമിൻ B6 എന്നിവ അയലയിൽ അടങ്ങിയിട്ടുണ്ട്. പോരാതെ ഒമേഗ 3യും. ശരീരത്തിന് ആവശ്യമായ കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ അയലയിലുണ്ട്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ മത്സ്യമായതിനാൽ അയല വളരെ ധൈര്യമായി തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു മത്സ്യം കൂടിയാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിനും അയല വളരെ നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. മുമ്പ് മത്തി അയല എന്ന് പറയുന്നത് മലയാളികൾ ഒരു വില കുറഞ്ഞ മത്സ്യമായിട്ടാണ് കണക്കാക്കിയതെങ്കിൽ ആരോഗ്യ ഗുണം പറഞ്ഞാൽ വളരെ കൂടുതൽ മനുഷ്യാരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത്തരം ചെറിയ മത്സ്യങ്ങൾ. എന്നാൽ ഇന്ന് പഴയ പോലെയല്ല. ഇന്ന് തൊട്ടാൽ കൈകൊള്ളുന്ന രീതിയിൽ മത്തി, അയല പോലുള്ള മത്സ്യങ്ങൾക്കും വില കൂടിയിട്ടുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ മീനുകളോടുള്ള പ്രത്യേക ഇഷ്ടം മലയാളികൾക്ക് ഉണ്ടാവാനുള്ള കാരണം ഒന്ന് കടൽ തീരമായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കറികളും പൊരിച്ചതും വറുത്തതും പൊള്ളിച്ചതും എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ അറിയപ്പെടുന്നതാണ് മീൻ വിഭവങ്ങൾ. അപ്പോൾ ഇത് കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഏത് രീതിയിലാണ് മീൻ കഴിക്കാൻ ഇഷ്ടം എന്നതുകൂടി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. ഇതാണ് ഈ ഒരു മത്സ്യ മാർക്കറ്റിൻ്റെ മറ്റൊരു സൈഡ്. പലവ്യഞ്ജനവും സുഗന്ധദ്രവ്യങ്ങളും ഫ്രഷ് ഈത്തപ്പഴവും ഡ്രൈ ഫ്രൂട്ട്സും എന്ന് വേണ്ട ഒട്ടുമിക്ക സാധനങ്ങളും നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ തൽക്കാലം വിടാം.